ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നതാണ്. ടീച്ചറെ, നമ്മൾ പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. ശത്രുദോഷം, കലഹം, വീട്ടിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ജ്യോതിഷപരമായിട്ട് ലഘൂകരിക്കാൻ എന്തെങ്കിലും മാർഗം സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. പണച്ചെലവില്ലാതെ തന്നെ ശത്രുദോഷത്തെ എല്ലാം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും എളുപ്പമായിരിക്കുന്നതും സാധാരണ വീട്ടമ്മമാർക്കും ചെയ്യാൻ കഴിയുന്നതുമായ ഒരു സംഭവമാണ് അഷ്ടമി വിളക്ക് എന്ന് പറയുന്നത്. അതായത് എല്ലാ മാസത്തിലും കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിക്ക്, ഈ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ശ്രീകൃഷ്ണ അവതാരത്തിൽ അഷ്ടമി രോഹിണി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റവും, അതായത് നമ്മുടെ ഭാരതീയർ മൊത്തം ആഘോഷിക്കുന്നതായ ഒരു പ്രധാന ചടങ്ങാണ് കൃഷ്ണാഷ്ടമി. ആ കൃഷ്ണാഷ്ടമിയുടെ ഭാഗമാണ് അഷ്ടമി തിഥിയെ എടുത്തുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മം. അതായത് 27 കുരുമുളക് നമ്മൾ ഒരു ചിരാതിൽ 27 എണ്ണം നമ്മൾ എണ്ണിയെടുക്കുക എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രങ്ങളെയുമാണത് പ്രധാനം ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ എന്താണ് ഈ അഷ്ടമി തിഥിയുടെ പ്രാധാന്യം, അതുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. അതായത് ദേവകി ഭഗവാനെ ഗർഭിണിയായിരിക്കുന്നതായ സമയത്ത് ബ്രഹ്മാദി ദേവന്മാരെല്ലാം വളരെ സന്തോഷത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ മഹാദേവൻ ബ്രഹ്മാവിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ദേവകി അമ്മ ഗർഭിണിയാണ്, അപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് നമുക്ക് എന്ത് പാരിതോഷികം കൊടുക്കാൻ കഴിയുമെന്നാണ് മഹാദേവൻ ബ്രഹ്മാവിനോട് ചോദിക്കുന്നത്. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല, പക്ഷെ എൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രോഹിണി നക്ഷത്രം ഞാൻ കൃഷ്ണന് കൊടുക്കാം. അപ്പോൾ തിരിച്ച് മഹാദേവനോടും ചോദിച്ചു, അങ്ങ് എന്താണ് കുട്ടിക്ക് കൊടുക്കുന്നത്? അപ്പൊ മഹാദേവൻ ശ്മശാനത്തിലാണല്ലോ വസിക്കുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ യാതൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല കുട്ടിക്ക്, പക്ഷെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അഷ്ടമി തിഥിയാണ്, അതുകൊണ്ട് ഞാൻ ഭഗവാനെ ഈ തിഥി ഞാൻ ദാനം ചെയ്യുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് രോഹിണി നക്ഷത്രവും മഹാദേവനാണ് അഷ്ടമി തിഥിയും കൃഷ്ണനെ ദാനം ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ അഷ്ടമി തിഥി ദാനം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, കുട്ടിക്ക് ഒരുപാട് ശത്രുദോഷവും ഭൂതപ്രേത പിശാചുക്കളുടെ എല്ലാം പീഡയും ഉണ്ടാകും. അപ്പോൾ ഇവൻ ഈ അഷ്ടമി തിഥിയിലാണ് ജനിക്കുന്നത് എങ്കിൽ അതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഈ അഷ്ടമി തിഥിയിൽ നമ്മൾ 27 കുരുമുളകുകളെ കൊണ്ട് കുരുമുളക് ദീപം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ അതിനെ അഷ്ടമി വിളക്കെന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. അത് നമ്മുടെ വീട്ടിൽ എങ്ങനെയെന്ന് വെച്ചാൽ വൈകുന്നേരമാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ആ വൈകുന്നേരത്തെ സന്ധ്യാസമയത്ത് 27 നക്ഷത്രങ്ങളെയും പ്രതിനിധാനം ചെയ്ത് 27 കുരുമുളക് എണ്ണിയെടുക്കണം. ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. എന്നിട്ട് അത് നമ്മളൊരു വെളുത്ത കഷ്ണം തുണിയിലെടുത്തിട്ട് അത് നന്നായിട്ട് താലത്തിനൊക്കെ നമ്മൾ തിരിത്തിറക്കുന്നത് പോലെ തിരിയായിട്ട് ചിരാതിൽ എണ്ണയൊഴിച്ച് ആ സന്ധ്യാസമയത്ത് എവിടെയാണോ നമ്മൾ ദീപം തെളിയിക്കുന്നത്, അത് പൂജാമുറിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ അഷ്ടമി വിളക്ക് അവിടെ വയ്ക്കരുത്. എപ്പോഴും നമ്മൾ വീടിൻ്റെ സിറ്റൗട്ട്, അതായത് പഴയ കാലത്തൊക്കെയാണെങ്കിൽ വരാന്ത എന്ന് പറയും, സിറ്റൗട്ടിലോ വരാന്തയിലോ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏത് തരത്തിലുള്ളതായിരിക്കുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതെല്ലാം വെളിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ വിളക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ്. അത് ആ തിഥി നോക്കി തന്നെ വേണം നമ്മൾ കത്തിക്കുവാൻ. അതിനാണ് അതിൻ്റെ പ്രാധാന്യം. ഇത് കത്തിക്കുന്നതായ സമയത്ത് എല്ലാ ദുഷ്ട ശക്തികളെയും നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് നമഃശിവായ എന്നുള്ളതായ പഞ്ചാക്ഷരി മന്ത്രം. ആ പഞ്ചാക്ഷരി ജപിക്കുക. നമഃശിവായ മന്ത്രവും ഓം നമോ നാരായണായ, ഈ 2 മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് വീട്ടമ്മമാർ ഈ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഒരു 3 അഷ്ടമി വിളക്ക് തെളിയിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീടിന് നല്ല സമാധാനമുണ്ട്. ഇതെല്ലാം ഞാൻ പരീക്ഷിച്ച് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കസ്റ്റമേഴ്സിന്
പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അവർ അത് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് നല്ല മാറ്റങ്ങളുണ്ട് ടീച്ചറെ എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ തിഥി സാധാരണക്കാരന് തിഥി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? തിഥി മനസ്സിലാവുന്നത് നമുക്കിപ്പോ കലണ്ടറിലൊക്കെ തിഥി കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ അഷ്ടമി എന്ന് പറഞ്ഞുകൊണ്ട് അത് കൃഷ്ണപക്ഷം തന്നെ ആയിരിക്കണം, ശുക്ലപക്ഷമല്ല. അഷ്ടമി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 14 നാഴികൾ 15 നാഴികൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഉച്ചയാവുമ്പോഴേക്കും കഴിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധ്യാസമയത്ത് അഷ്ടമി ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ നമ്പർ അതിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുള്ളവരാണ്, അത് കത്തിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. ഇപ്പൊ സാധാരണ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം ഇപ്പൊ എനിക്കറിയാവുന്ന വാട്സപ്പ് നമ്പറിൽ ഇത് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ ആ ദിവസം തലേ ദിവസമേ ഞാൻ മെസ്സേജ് ചെയ്തിടും. ഇന്ന ദിവസം അഷ്ടമി തിഥിയാണ്, എല്ലാവരും അഷ്ടമി വിളക്ക് കത്തിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്താൽ ഞാൻ അതിൽ മെസ്സേജ് ചെയ്തിരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന് ഐശ്വര്യം ഉണ്ടാവുന്നതാണ്, സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാവുന്നതാണ്. ടീച്ചർ പറഞ്ഞു കുരുമുളകിന്റെ കാര്യം പറഞ്ഞു. കുരുമുളകിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത? കുരുമുളകിന് പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തന്ത്രശാസ്ത്രത്തിലാണെങ്കിൽ ഇപ്പൊ വലിയ വലിയ ഹോമങ്ങള് കാര്യങ്ങള് എല്ലാം നമ്മൾ എടുക്കുമ്പോൾ അതിൽ കുരുമുളക് കൊണ്ടാണ് ആ ഹോമിക്കുന്നത്. കൂടാതെ തന്നെ കുരുമുളക് എന്ന് പറയുന്നത് നമുക്ക് കൽപ്പവൃക്ഷത്തിന് തുല്യമായിരിക്കും. ഇപ്പൊ താമ്പൂലം പൊടി, നമ്മളിപ്പോ ദേവകാര്യങ്ങൾക്കെല്ലാം താമ്പൂല പ്രശ്നമെല്ലാം എടുക്കാൻ നമ്മൾ താമ്പൂലം, അതായത് നമ്മുടെ വെറ്റിലയാണ് നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ തന്നെ കുരുമുളകിനും പ്രാധാന്യമുള്ളത്, നമ്മൾ സാധാരണ കുരുമുളക് നമ്മൾ പടർത്തുന്നത് പോലും കവുങ്ങ് വൃക്ഷമാണ് അതിന് പ്രധാനമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം സ്വർഗീയമായിരിക്കുന്ന വൃക്ഷങ്ങളായിട്ടാണ്, പൂജാദികൾക്കെല്ലാം എടുക്കുന്നതായിരിക്കുന്ന ദ്രവ്യമായിട്ടാണ് നമ്മൾ കുരുമുളക് എടുക്കുന്നത്. അപ്പോൾ ശത്രുദോഷ നിർമാർജനത്തിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു വസ്തുവാണ് കുരുമുളക്. അപ്പൊ ഈ കുരുമുളക് ദീപം നമുക്ക് എല്ലാ തരത്തിലുമുള്ളതായ ദോഷത്തെയും നിർമാർജനം ചെയ്ത് തരുന്നതാണ്. ഒരു കാര്യം കൂടി ടീച്ചർ, ഇപ്പൊ നമ്മ വിളക്ക് കത്തിക്കാന്ന് പറയുമ്പോ ഏത് തരം, ഇനി എണ്ണ വേണോ, നെയ്യ് വേണോ, വെളിച്ചെണ്ണ വേണോ, അത് സംശയം വരാവുന്നതാണ്. അത് ഏത്? അതില് നമ്മൾ എടുക്കേണ്ടുന്നത് നല്ലെണ്ണ തന്നെ എടുക്കണം. അതായത് എള്ള് ആട്ടിയെടുത്തതായിരിക്കുന്ന എണ്ണ കൊണ്ട് തന്നെ വേണം നമ്മളിത്. ഈ എള്ളാണെങ്കിലും മഹാദേവനുമായിട്ട് ബന്ധമുള്ളതായിരിക്കുന്നു. ഇപ്പൊ തിലഹവനം അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എള്ളെണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണയോ നെയ്യോ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല.